കാസർഗോഡ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിത്തൂട്ട് സംഘടിപ്പിച്ചു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രദേശത്താണ് ഇരിയണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സഹായത്തോടെ വിത്തൂട്ട് സംഘടിപ്പിച്ചത്. പല വൃക്ഷങ്ങളുടെ വിത്തുകൾ ഉണ്ടകളാക്കി വനമേഖലയിലേക്ക് എറിയുന്നതാണ് രീതി. ജപ്പാനീസ് മാതൃകയിലാണ് വനവൽക്കരണം. ജില്ലയിലുടനീളം 50,000 വിത്തുണ്ടകൾ വനമേഖലയിൽ നിക്ഷേപിക്കും. പ്ലാവ്, മാവ്, പേരയ്ക്ക, ഞാവൽ തുടങ്ങി 30 ഇനം ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് മണ്ണും ചാണകവും ഇടകലർത്തി ഉണ്ടകളാക്കി വനമേഖലയിൽ നിക്ഷേപിക്കുന്നത്. വനം വകുപ്പിന്റെ മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് വിത്തൂട്ട്. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പദ്ധതി പ്രയോജനകരമെന്ന് ഉദുമ MLA CH കുഞ്ഞമ്പു. ആ വിത്തുകൾ അവർ മണ്ണിനകത്ത് മുളപ്പിച്ചു. ആ മുളപ്പിച്ചെടുത്ത് ആ വിത്ത് ഇന്ന് ഫോറസ്റ്റിലേക്ക് കുട്ടികൾ തന്നെ നിക്ഷേപിക്കുകയാണ്. ആ വളരുമ്പോൾ ഒന്ന് വനം നിബിഡമാകും, മറ്റൊന്ന് വനത്തിനകത്ത് ഫലങ്ങൾ കിട്ടും, അത് മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കിട്ടും. ഈ നിലയിൽ നമുക്ക് മനുഷ്യ മൃഗ സംഘർഷത്തിന് ഒരു അയവ് വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് DFO K അഷറഫ്. നമ്മളൊരു 50,000 സീഡ് ബോളുകളാണ് വിത്തുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 20,000-ഓളം നമ്മളായിട്ടുണ്ട്. ഇപ്പം 6ഓളം സ്കൂളുകൾ നമ്മളിത് ചെയ്തു. 2 കോളേജ് സ്റ്റുഡൻസിൻ്റെ സഹായത്തോടു കൂടി മറ്റെല്ലാം ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, ഇങ്ങനെ 6ഓളം സ്കൂളിൽ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. വിത്തുണ്ടകൾ എറിയുന്ന രീതി കാണുമ്പോൾ വിദ്യാർത്ഥികൾക്കും കൗതുകം. നമ്മ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മ തന്നെ വിത്തെല്ലാം ശേഖരിച്ചിട്ട് നമ്മ തന്നെ ബോളാക്കിയിട്ട് നമ്മൾ NSS തന്നെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ചക്കക്കുരു, പിന്നെ ഞാവലിൻ്റെ, പിന്നെ മാങ്ങയുടെ, പുളിങ്കൂരു ഉണ്ട്. വനമേഖലയിൽ നിക്ഷേപിച്ച വിത്തുണ്ടകളുടെ വളർച്ച വനം വകുപ്പ് നിരീക്ഷിക്കും. 24 കാസർഗോഡ്.